ഇന്ന് കല്യാണം കഴിഞ്ഞ പലരും ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊരു റീസൺ എന്ന് വെച്ചാൽ, കല്യാണത്തിന് മുൻപ് സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൂടെയുള്ള ആളുടെ താല്പര്യങ്ങൾ കൂടെ ഒന്ന് പരിഗണിക്കുകയാണ്. അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് വരും ചിലപ്പം. അതുപോലെ തന്നെ നമ്മുടെ റീൽസിലും സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു പെർഫെക്റ്റ് ലൈഫ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ ഒരു ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവുക. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാതെ നമ്മുടെ പങ്കാളി അത് മനസ്സിലാക്കുമെന്ന് ഊഹിക്കുന്നതും ആ ഒരു പ്രശ്നങ്ങൾ വഷളാക്കും. പിന്നെ എന്തെങ്കിലും അവരുടെ വീട്ടിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടാവുന്ന ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും അത് ഏറ്റവും നിസ്സാരമായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവരുടെ മാതാപിതാക്കളെ വിളിച്ച് പറയുക അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കുകയൊക്കെ ചെയ്യുമ്പം അത് ആ പ്രശ്നം കൂടുതൽ വഷളാവുക ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും വളർന്നു വന്നത് വ്യത്യസ്ത സാഹചര്യത്തിലായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ബർത്ത്ഡേ എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ടാവും. അത് സർപ്രൈസ് ഗിഫ്റ്റുകളും അല്ലെങ്കിൽ ഓരോ ഡ്രസ്സുകളും ഒക്കെ കിട്ടിയിട്ടായിരിക്കും. പക്ഷെ അത് തന്നെയാണ് ആൺകുട്ടിയുടെ വീട്ടിൽ വരുമ്പോഴും അവൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ ആൺകുട്ടിക്ക് അതൊരിക്കലും അവരുടെ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ആ പെൺകുട്ടി അത് പറഞ്ഞ് മനസ്സിലാക്കി ആൺകുട്ടിക്ക് കൊടുക്കുക, അല്ലാതെ ആളത് ചെയ്യുമെന്ന് പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര വിഷമവും പിന്നെ അതൊരു പ്രശ്നത്തിലേക്കും പോകുന്നത്. അതേപോലെ തന്നെ ആൺകുട്ടിയുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ലെങ്കിൽ പോലും ഇവർക്കത് പുറത്തു പോയിട്ട് ജസ്റ്റ് എന്താക്കാം, അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കഴിയുന്നതും അവർ തന്നെ പക്വതയോടുകൂടി അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാവരോടും പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം വലുതാക്കുകയല്ല വേണ്ടത്.